അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. കർഷകരെ ദുരിതത്തിലാക്കി രൂക്ഷമായ വേനലിലും പൈനാപ്പിളിന് വിലയിടിവ്. പൈനാപ്പിൾ വിപണിയിൽ കഴിഞ്ഞ 4 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് വില കൂപ്പുകുത്തിയതോടെ കർഷകർ വലിയ പ്രതിസന്ധിയിലായി. കർഷകരെ ദുരിതത്തിലാക്കി രൂക്ഷമായ വേനലിലും പൈനാപ്പിളിന് വിലയിടിവ്. പൈനാപ്പിൾ വിപണിയിൽ കഴിഞ്ഞ 4 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് വില കൂപ്പുകുത്തിയതോടെ കർഷകർ വലിയ പ്രതിസന്ധിയിലായി. സ്പെഷ്യൽ ഗ്രേഡ് പൈനാപ്പിളിന് 2024 കിലോയ്ക്ക് 50 രൂപയുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 30 രൂപയിൽ താഴെ മാത്രമാണ് വിപണി വില. ഉത്പാദന ചെലവ് 50% വർദ്ധിച്ച സാഹചര്യത്തിൽ വിലയിടിവ് കർഷകരുടെ നടുവൊടിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ തൊഴിലാളികളുടെ ലഭ്യതക്കുറവും കർഷകർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ മടങ്ങിപ്പോയതാണ് തിരിച്ചടിയായത്. 1200 രൂപ കൂലി നൽകിയിരുന്നത് ഇപ്പോൾ തൊഴിലാളികളുടെ ക്ഷാമം മൂലം 2500 രൂപ വരെ നൽകേണ്ട അവസ്ഥയാണെന്ന് പൈനാപ്പിൾ വ്യാപാരി മാത്യു പറഞ്ഞു. പൈനാപ്പിളിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിള് വിലക്കുറവാണ്. വിലക്കുറവ് എന്ന് പറഞ്ഞാൽ 50-60 രൂപ എന്ന സാധനം ഇപ്പോൾ 25-26 താഴെയുള്ളൊരു വിലയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ഏറ്റവും വലിയ രൂക്ഷമായ സംഭവം എന്താണെന്ന് കഴിഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ എല്ലാം തന്നെ നാട്ടിലോട്ട് ഇലക്ഷൻ പ്രമാണിച്ച് പോയി. ഒരു മാസത്തിൽ കൂടുതലായി തൊഴിലാളികൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉള്ള തൊഴിലാളികളെ വിളിക്കണമെങ്കിൽ 1000-1200 കൊടുത്തോണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 2500 രൂപ കൂലി കൊടുത്താണ് നമ്മൾ ഒരാളെ വിളിക്കുന്നത്. ഒരാളെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ 10 പേരെ ആവശ്യമുണ്ടെങ്കിൽ 4 പേര് പോലും വരാനില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തോട്ടങ്ങളിൽ കൂടെ പൈനാപ്പിൾ കിടന്ന് കേടായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വെട്ടിയെടുക്കാതെ പിന്നെ ഒരു ലോഡ് കയറ്റണമെങ്കിൽ 2 ദിവസം കൊണ്ട് കേട് ലോഡ് കയറ്റുന്നുണ്ട്. അപ്പം അത് കൊണ്ടുപോകുന്ന കച്ചവടക്കാർ അവിടെ ചെല്ലുമ്പോൾ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതനുസരിച്ചാണ് പൈസ നമുക്ക് കിട്ടുള്ളൂ. മൊത്തത്തിൽ വരുമ്പോൾ ഇവിടെ പൈനാപ്പിൾ മേഖല ശരിക്കും തകർന്നിരിക്കുകയാണ്. തകർന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും 100% ആളുകളും കൃഷി ചെയ്യുന്നത് നല്ല റേറ്റിന് പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത്. അപ്പം ആ പൈസയും കൊടുത്ത് ഇതിൻ്റെ ചെലവും എല്ലാം കൂടെ കൂടി വരുമ്പോൾ മൊത്തത്തിൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളുടെ അഭാവം മൂലം കൃഷിയിടങ്ങളിൽ പൈനാപ്പിളുകൾ വിളവെടുക്കാൻ കാലതാമസം നേരിട്ട് നശിച്ചു പോകുന്നതും ലോഡ് കയറ്റാൻ താമസം നേരിടുന്നതും തിരിച്ചടിയാകുന്നതായും മാത്യു പറഞ്ഞു. ഒരു ചെടി നട്ട് അതിൻ്റെ ഫലം എടുക്കുമ്പോഴത്തേക്ക് ഒരു 50 രൂപ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെലവുണ്ട്. അപ്പോൾ ഒരു കിലോയ്ക്ക് ഒരു 40-50 രൂപ എങ്കിലും കിട്ടിയെങ്കിലാണ് നമുക്ക് ഈ കൃഷി ലാഭകരമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അത് 10,000 ചെടി വെച്ച് കഴിഞ്ഞാൽ ഒരു 8,000 ചെടി എന്നാണ് നമുക്ക് ഫലം കിട്ടാൻ ഉള്ള സാധ്യതയുള്ളൂ. ബാക്കി കുറച്ച് ചെറുതായി പോകും, കേടായി പോകും, അങ്ങനെയൊക്കെ കംപ്ലൈൻറ്റുകളുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു ഈ തൊഴിലാളികളില്ലാത്തത് വളരെ രൂക്ഷമാണ്. ഇവിടെ കയറ്റിയർത്ത് തൊഴിലാളികൾ വരെ ഇല്ലാതെ അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം ടണ്ണ് കണക്കിന് പൈനാപ്പിളാണ് ഡാമേജ് വാരിക്കൊണ്ടുപോയി വേറെ പറമ്പിലും ഇവിടെയൊക്കെ പൊട്ടക്കടകളിലും കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത്. ഫാക്ടറികൾ വരെ എടുക്കാത്ത അവസ്ഥയിലാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭയങ്കര രൂക്ഷമായിട്ടിരിക്കുകയാണ്. ഇത്രയും ഈ വേനൽക്ക് ചൂടുള്ള സമയത്ത് ശരിക്കും പറഞ്ഞാൽ വില കിട്ടേണ്ട ഒരു സമയമാണ്. ഈ തൊഴിലാളികളുടെ ഒരു അഭാവമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ. പല തോട്ടങ്ങളിലും പണികളൊന്നും നടക്കുന്നില്ല. ഇനി ഒരു മാസം കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. ആ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈസ്റ്റർ, വിഷു ആഘോഷവേളയിൽ വിപണിയിൽ മുന്നേറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കാര്യമായ നേട്ടം കർഷകർക്ക് ലഭിച്ചില്ല. വളം, കൂലി, അനുബന്ധ ചെലവുകൾ എന്നിവ വർദ്ധിച്ചിട്ടും ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന വില കുറയുന്നത് കർഷകരെ കടക്കണിയിലേക്ക് തള്ളിവിടുകയാണ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.